നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇതുണ്ട്. ഇന്ന് ഒരു റേഡിയോ സർക്യൂട്ടാണ് കേട്ടോ. ഇത് CD 2003 വെച്ചിട്ടുള്ള റേഡിയോ സർക്യൂട്ടാണ്. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ള റേഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു FM-ൻ്റെ ഒരു മോഡൽ നമ്മൾ ഒരെണ്ണം ചെയ്തായിരുന്നു. അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു AM ചെയ്യുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കമ്പോണൻറ്റുകളെല്ലാം പ്ലേസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റേഡിയോ ആണിത്. അപ്പം ഇതിൻ്റെ ഈ ഓസിലേറ്റർ കോയിൽ, IFTയുടെ കണക്ഷൻ, ഇതൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു സൈഡിൽ ഓസിലേറ്റിംഗ് സെക്ഷനും ഒരു സൈഡിൽ ഡ്രൈവർ സെക്ഷനും നമുക്ക് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും ഈ IC-യിൽ. അപ്പം വളരെ എളുപ്പമാണ് നമുക്ക് ഈ സർക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടാം. ഇത് ഈ ഡോട്ടുള്ള ഭാഗത്തു നിന്നാണ് പിൻ നമ്പർ എണ്ണി തുടങ്ങുന്നത്. അപ്പം ഞാനത് പറയുന്നത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചാണ്. അപ്പം ഇതാണ് നമ്മുടെ IC CD 2003. അപ്പോൾ ഇതാണ് ആ ഡോട്ട് ഞാൻ പറഞ്ഞത്. ഡോട്ടിൻ്റെ താഴെ വശത്ത് നിന്ന് 1 എണ്ണി തുടങ്ങും. എണ്ണി തുടങ്ങി 8 വരെയുള്ള പിന്നുകൾ ഒരു സൈഡിലും, 9 പിന്ന് മുകളിൽ വശത്തും, ശേഷം ഇങ്ങേരത്ത് വരുമ്പോൾ 16. അങ്ങനെയാണ് IC-യുടെ നമ്പർ എണ്ണുന്നത്. അതിപ്പം ഈ ടൈപ്പ് IC-ക്ക് എല്ലാത്തിനും അങ്ങനെ തന്നെ. അപ്പോൾ 2-ാം നമ്പർ പിന്നും 9-ാം നമ്പർ പിന്നും തമ്മിൽ ഷോർട്ടാക്കിയിരിക്കുന്നു. കാരണം അത് നമ്മുടെ നെഗറ്റീവ് ലൈനാണ്. അപ്പം നമ്മുടെ 4-ാം നമ്പർ പിന്ന് ഒരു 455-ൻ്റെ ക്രിസ്റ്റൽ ഇട്ടിട്ട് കണക്ഷനാണ് വരുന്നത്. അപ്പോൾ 455-ൻ്റെ ക്രിസ്റ്റൽ 2 എണ്ണമാണ് നമ്മൾ ഇതിനകത്ത്. അപ്പോൾ ആ ക്രിസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ക്രിസ്റ്റൽ 2 എണ്ണം ചേർത്ത് വെച്ച് അതിൻ്റെ ഈ ക്രിസ്റ്റലിൻ്റെ ഭാഗം, ഈ എഴുത്ത് വരുന്ന ഭാഗം നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് പിടിക്കുക. അതിനുശേഷം 2 ക്രിസ്റ്റലും എഴുത്ത് ഇടത് ഭാഗത്തായിട്ട് പിടിക്കാം. ഇത് 2 ക്രിസ്റ്റലിൻ്റെയും സെൻറ്റർ സൈഡും ബാക്കി വരുന്ന 2 കണക്ഷൻ തന്നെ നമ്മൾ ക്രോസ് ഷോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ 2 കണക്ഷൻ ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ആ കണക്ഷൻ വരുന്നത് 4-ാം നമ്പർ പിന്നിലോട്ട്. അതാണ് മിക്സർ കണക്ഷൻ, AM മിക്സർ കണക്ഷൻ. അപ്പോൾ IF ജനറേറ്റ് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അപ്പം അടുത്ത ഫ്രീ ആയിട്ട് എടുക്കുന്ന പിന്നെ നമ്മൾ 7-ാം നമ്പർ പിന്നിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ. ഇനി 6-ാം നമ്പർ പിന്നെ ഒരു 220 ohm റെസിസ്റ്റൻസിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നു. ഒരു 3.3 വോൾട്ട് to 6 വോൾട്ട് കൊടുക്കാം. ഓക്കെ. ഫിൽറ്റർ കപ്പാസിറ്റർ വരച്ചിരിക്കുന്നത് ഞാൻ ആ പഴയ ഓർഡർ തന്നെയാണ്, ക്ഷമിക്കണം കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ ആംപ്ലിഫയറിലുള്ള വരുന്നത്. ഓക്കെ. 11 ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഇട്ടിട്ട് നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന സെക്ഷനാണ് അത്. ഓക്കെ. ഇനി നമുക്ക് 12-ാം നമ്പർ പിന്നാണ് നമ്മുടെ ഓസിലേറ്റർ കോയിൽ കൊടുക്കുന്നത്. ഈ ഓസിലേറ്റർ കോയിൽ ഞാനൊരു പഴയ PCB എന്ന് പറിച്ചെടുത്താണ്. ഈ ടൈപ്പ് ഓസിലേറ്റർ കോയിൽ ഒരുപാട് നമുക്ക് പഴയ PCB കിട്ടും. ട്രാൻസിഷൻ ഉപയോഗിക്കുന്ന ഓസിലേറ്റർ കോയിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ലാത്തത്. ഈ ടൈപ്പ് ഓസിലേറ്റർ കോയിൽ പഴയ PCB എന്ന് പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഓസിലേറ്റർ കോയിലിന് 5 പിന്നാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്ന ഈ 3 പിന്ന് മാത്രമേ നമ്മൾ IC വെച്ച റേഡിയോയിൽ കണക്ഷൻ കൊടുക്കാറുള്ളൂ. ബാക്ക് സൈഡ് ഡെമ്മിയോ അല്ലെങ്കിൽ റൗണ്ടോ ചെയ്യാറാണ് പതിവ്. ഓക്കെ. അപ്പോൾ നമുക്ക് 12-ാം നമ്പർ പിന്നിലേക്ക് ഓസിലേഷൻ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ പിന്നുണ്ടല്ലോ, ഈ സെൻറ്റർ പിന്നാണ് നമ്മൾ 3 പിന്ന് നിൽക്കുന്നതിൽ സെൻറ്റർ പിന്ന് നമ്മൾ 12-ാം നമ്പർ പിന്നിലേക്ക് കൊടുക്കും IC-യുടെ. അതാണ് IC-യുടെ ഓസിലേറ്റിംഗ് സെക്ഷൻ. അപ്പം ഈ ഈ സർക്യൂട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് ഇതേ രീതിക്ക് തന്നെ കമ്പോണൻ്റ് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ ഈ 3-ലേക്ക്. അപ്പോൾ കണ്ടോ, ആ ലാസ്റ്റ് പിന്നെ പോയിരിക്കുന്ന കണക്ഷൻ കണ്ടോ. ഇത് നിങ്ങൾക്ക് ആ ഡ്രോയിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനുള്ളത്. ഞാനിത് പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് വ്യക്തമാക്കി കിട്ടുന്ന വിധത്തിലാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതുണ്ടോ, ആ ഗ്യാങ്ങിൻ്റെ കണക്ഷൻ നേരെ കണ്ടോ മുകളിലോട്ട് പോകുന്നു. ആ ഭാഗം വരുന്നത് കണ്ടോ നേരെ ഒരു 10 ohmൻ്റെ ഇൻഡക്ടർ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഹാഫ് വാട്ട് റെസിസ്റ്ററോ ഇട്ടാൽ മതി. ഹാഫ് വാട്ട് 1 ohm റെസിസ്റ്ററോ ഇട്ടാൽ മതി, അല്ലെങ്കിൽ 10 ohm ഇൻഡക്ടറാണ് ബെസ്റ്റ്. അപ്പോൾ ആ വോൾട്ടേജ് നമുക്ക് ഈ ഓസിസ്റ്റൻസ് നമ്മൾ സപ്ലൈ കൊടുത്തില്ല, അവിടെ നിന്നാണ്, ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ അതിനുള്ള ഓസിലേറ്റർ കോയിലുള്ള പ്ലസ് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. കണ്ടോ. ഇനി നമ്മൾ അടുത്ത വരുന്നത് 14-ാം നമ്പർ പിന്നെ ഒരു 333 ഡിസ്ക് കപ്പാസിറ്റർ ഇട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ഏത് രീതിക്ക് വേണം ഗ്രൗണ്ട് ചെയ്യാം. 16-ാം നമ്പർ പിന്നെ നമ്മുടെ RF ഇൻപുട്ടാണ്. അതാണ് RF ഇൻപുട്ട്, RF ഇൻപുട്ട്. അതാണ് നമ്മുടെ ആൻറ്റിന കോയിൽ കണക്ഷൻ. അപ്പോൾ ആൻറ്റിന കോയിൽ കണക്ഷൻ അറിയാത്തവരൊന്ന് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ആൻറ്റിന കോയിലിൽ നമുക്കൊരു ചെറിയ വൈൻഡിങ്ങും ഒരു വലിയ വൈൻഡിങ്ങും കാണാൻ പറ്റും. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇപ്പോഴേ ഒരു ആൻറ്റിന കോയിൽ എടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ചെറിയ വൈൻഡിങ്ങും വലിയ വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. ഇതുണ്ടോ.
അപ്പം ഇത് വലിയ വൈൻഡിങ്, ആ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ആൻറ്റിന കോയിൽ എടുത്തത്. ഒരു ചെറിയ വൈൻഡിങ് ഉണ്ട്, വലിയ വൈൻഡിങ് അത്. പിന്നെ അതിനപ്പുറത്ത് ഒരു ചെറിയ വൈൻഡിങ് ഉണ്ട്. ഈ രണ്ട് വൈൻഡിങ്ങുകളുടെ തമ്മിൽ കൂട്ടിപ്പിരിച്ച് ഒരു സെൻറ്റർ ടാപ്പ് ആക്കിയ ഒരു വയറും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അങ്ങനെ 3 കണക്ഷനായിരിക്കും ആൻറ്റിന കോയിൽ ഉള്ളത്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഈ ചെറിയ കണക്ഷൻ വൈൻഡിങ് വരുന്ന ഭാഗത്തിൻ്റെ എൻ്റെ അടുത്ത് നമ്മൾ 16 നമ്പർ പിന്നിലേക്ക് RF ഇൻപുട്ട് കൊടുക്കും. ഗ്രൗണ്ട് സെൻറ്റർ നമ്മൾ എന്ത് ചെയ്യും, സെൻറ്റർ ഭാഗം വരുന്നത് നമ്മൾ പ്ലസ് സപ്ലൈ കൊടുക്കും. അത് നമുക്ക് ഗ്യാങ്ങിൻ്റെ സെൻറ്ററിൽ വരുന്നതുകൊണ്ട് അങ്ങോട്ട് കണക്ഷൻ കൊടുത്താൽ മതി, ഇൻഡക്ടർ കഴിഞ്ഞിട്ടുള്ള ഭാഗം. ഈ ലാസ്റ്റ് നീളം വലിയ വൈൻഡിങ് എടുത്ത് നമ്മൾ ഗ്യാങ്ങിൻ്റെ ഫസ്റ്റ് നമ്പർ പിന്നിലോട്ടും കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ PCB ഒന്ന് ചെറിയൊരു PCBയിലോട്ടാക്കാം. ഓക്കെ, ഇത് നമ്മളൊരു PCBയിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പൗണ്ടുകളൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇത് നമ്മുടെ ഫിൽട്ടർ കപ്പാസിറ്റർ, ഇത് നമ്മുടെ 220 ഓം നമ്മുടെ സപ്ലൈ കൊടുക്കുന്ന റെസിസ്റ്റൻസ്, ഇത് നമ്മുടെ ക്രിസ്റ്റൽ കൊടുക്കാനുള്ള കണക്ഷൻ, അത് നമുക്ക് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ AGCയുടെ കണക്ഷൻ. ഓക്കെ, ഇത് നമ്മുടെ 9 നമ്പർ പിന്നൊക്കെ ഷോർട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ കണക്ഷൻ. പിന്നെ ഇത് നമ്മുടെ 10 ഓം ഇൻഡക്ടർ ഇട്ടിരിക്കുന്നത് സപ്ലൈ കൊടുക്കുന്ന ഗ്യാങ്ങിനും ഓസിലേറ്റർ കോയിലിനും. ഓക്കെ, അപ്പോൾ ഗ്യാങ്ങിൻ്റെ ഓസിലേറ്റർ കോയിലിന് കണക്ഷൻ നമുക്ക് അവിടെ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കണക്ഷൻ കൊടുക്കാം. ബാക്കി ഭാഗത്ത് വരുന്നത് ഇത് നമ്മുടെ 333 ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന ഡിസ്ക് കപ്പാസിറ്റർ. ഓക്കെ, നമ്മുടെ ആൻറ്റിന കോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ആൻറ്റിന കോയിലെല്ലാം കൂടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓസിലേറ്റർ കോയിലിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഓസിലേറ്റർ കോയിലിൻ്റെ കണക്ഷൻ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. അതിനുശേഷം നമുക്കിത് ബെൻഡാക്കി മുകളിലോട്ട് വെക്കാം. അതിൽ കാര്യം അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനത് കാണാനൊരു ഭംഗിക്ക് നല്ല PCB ചെയ്തിരിക്കുന്നത് ചെയ്യില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് മുകളിലോട്ട് അലൈൻമെൻറ്റ് ചെയ്യാനും എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അത് നമുക്ക് കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ക്രിസ്റ്റലിൻ്റെ ക്രോസ് ചെയ്ത് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. സെൻറ്റർ ഭാഗത്ത് വരുന്ന 2 കണക്ഷൻ മാത്രമേ നമ്മൾ ഫ്രീ ആയിട്ട് നിർത്തിയിട്ടുള്ളൂ. അപ്പം ആ ഭാഗം കൂടി നമുക്കൊന്ന് ക്ലിയർ ആക്കാം. ഉണ്ടോ, അത് നമ്മുടെ 4 നമ്പർ പിന്നിലോട്ടും ഇത് നമ്മുടെ 7 നമ്പർ പിന്നിലോട്ടുമാണ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ കണക്ഷൻ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലസ് സപ്ലൈ ആണ് അതിലേക്ക് കൊടുക്കുന്നത്. ഈ പ്ലസ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡക്ടർ കഴിഞ്ഞിട്ടുള്ള ഭാഗം, ആ ഡ്രോയിങ്ങിൽ കാണുന്നത് തന്നെ. റെഡ് ലൈൻ നമുക്ക് സെക്കൻഡ് പിന്നും 4 നമ്പർ പിന്ന് ഫസ്റ്റ് പിന്നുമായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് പിന്ന് കണക്ഷൻ ഞാൻ കൊടുക്കുവാണേ. നമുക്ക് നേരെ പിടിക്കുമ്പോഴുള്ള ഫസ്റ്റ് കണക്ഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അത് ആ കണക്ഷനിലേക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ക്രിസ്റ്റലിൻ്റെ ഭാഗത്തുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഗ്യാങ്ങും നമ്മുടെ ട്യൂണറും അതുപോലെ തന്നെ ആൻറ്റിന കോയിലിൻ്റെ കണക്ഷനൂടെ മാത്രമേ കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൂടെ നമുക്ക് കൊടുത്തിട്ട് നോക്കാം. ഇനി നമുക്ക് ഗ്യാങ് എടുക്കാം. ഗ്യാങ്ങിന് കണ്ടല്ലോ നിങ്ങൾ, ഫസ്റ്റ് 3 പിന്നാണ് വരുന്നത് ഗ്യാങ്ങിൽ വരുന്നത്. 1 നമ്പർ പിന്നും 2 നമ്പർ കപ്പാസിറ്റർ ഇട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. മറന്നു പോകാതെ തന്നെ നിങ്ങളൊന്ന് കൊടുക്കാൻ ശ്രമിക്കുക. 10 PF ആണ് അതിൻ്റെ വാല്യൂ കേട്ടോ, 10 PF കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്ന ഓസിലേറ്റർ കോയിലിൻ്റെ 3 നമ്പർ പിന്നോട്ടാണ് കൊടുക്കുന്നത്. ആ ഡ്രോയിങ്ങിൽ കാണിച്ചിരിക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കതൊന്ന് സോൾവ് ചെയ്ത് ചേർക്കാം. 3 നമ്പർ പിന്നിലോട്ട് ഗ്യാങ്ങിൻ്റെ 3 നമ്പർ പിന്നുമായിട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് വരുന്നത് ഈ സെൻറ്റർ പിന്ന് നമ്മൾ വരുന്നത് കണ്ടോ, ഇൻഡക്ടർ കഴിഞ്ഞിട്ടുള്ള പ്ലസ് സപ്ലൈയിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻഡക്ടർ കഴിഞ്ഞിട്ടുള്ള പ്ലസ് സപ്ലൈയിലോട്ട് നമുക്ക് 3 നമ്പർ പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഇൻഡക്ടർ അവിടുന്ന് ആ ലൈനിൽ തന്നെ പ്ലസ് സപ്ലൈ നമുക്ക് എടുക്കാനും പറ്റും. ഇൻഡക്ടർ കഴിഞ്ഞിട്ടുള്ള ആൻറ്റിന കോയിലിൻ്റെ കണക്ഷൻ നമുക്ക് ആ ഗ്യാങ്ങിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആൻറ്റിന കോയിലിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ആൻറ്റിന കോയിലിൻ്റെ ഏറ്റവും ചെറിയ വരുന്ന ഭാഗം നമ്മൾ കൊടുക്കും 16 നമ്പർ പിന്നെ കൊടുക്കും. ഇപ്പം ഞാൻ ആ കണക്ഷൻ ഒന്ന് കാണിച്ചു തരുന്നതാണ്. അല്ല, സെൻറ്റർ ടാപ്പ്, സെൻറ്റർ നമ്മൾ സെൻറ്ററിലോട്ട് കൊടുക്കും ഗ്യാങ്ങിൻ്റെ, കാരണം അവിടെ വരുന്ന പ്ലസ് സപ്ലൈ നമ്മൾ എടുക്കാൻ വേണ്ടി. ഇതിൻ്റെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പ്ലസ് സപ്ലൈ ആണ് വരുന്നത്, നെഗറ്റീവ് ലൈനല്ല, പോസിറ്റീവാണ് നമ്മൾ കോമൺ ആയിട്ട് ആൻറ്റിന കോയിലിനും ഗ്യാങ്ങിനും ഓസിലേറ്റർ കോയിലിനും വരിക.
അല്ല, ഓസിലേറ്റർ കോയിലിന് പ്ലസ് സപ്ലൈ വരും. അപ്പോൾ ഇതാണ് ആൻറ്റിന കോയിലിൻ്റെ കണക്ഷൻ. നമ്മളൊരു വയർ കൊടുത്തിട്ടിരിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ആൻറ്റിന കോയിലിൻ്റെ ഏറ്റവും ചെറിയ വൈൻഡിങ് എടുത്തിട്ട് നമ്മൾ 16 നമ്പർ പിന്നിലോട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ 16 നമ്പർ പിന്നിലോട്ട് കൊടുക്കും. ICയുടെ 16 നമ്പർ പിൻ എന്ന് പറയുന്നത് RF ഇൻപുട്ടാണ്. ആൻറ്റിന RF ഇൻപുട്ട്, AM RF ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ള കണക്ഷൻ ഒന്ന് സോൾവ് ചെയ്ത് നമുക്ക് നല്ല നീറ്റായിട്ട് ചേർക്കാം അതിലേക്ക്. ഓക്കെ, ഇനി വരുന്നൊരു കണക്ഷൻ നമുക്ക് പ്ലസ് അപ്പ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഫസ്റ്റ് പിന്ന്. ഗ്യാങ്ങിൻ്റെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് വലിയ ടേൺസ് ഉള്ള ടേണുകൾ കൂടുതൽ ചുറ്റിയിരിക്കുന്ന വൈൻഡിങ് എടുത്ത് നമുക്ക് ഫസ്റ്റ് നമ്പർ പിന്നിലോട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സെൻറ്റർ ടാപ്പ് നമ്മൾ കൊടുക്കുന്നത് ഗ്യാങ്ങിൻ്റെ സെൻറ്ററിലോട്ടാണ്. അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാങ്ങിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടും കുഴപ്പമില്ല, നിങ്ങൾക്ക് PCB വേണമെങ്കിലും കൊടുക്കാം. 10 ഓം ഇൻഡക്ടർ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്ത് എവിടെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി അത് ഗ്യാങ്ങിലോട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് വയർ ലെങ്ത് കുറയ്ക്കാനും പറ്റും. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പ്ലസ് സപ്ലൈയുടെ നമ്മുടെ വയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണക്ഷൻ നമ്മുടെ ഫിൽറ്റർ കപ്പാസിറ്ററിൽ നിന്ന്. ഓക്കെ, പിന്നെ IC ഞാൻ ബേസിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയം കൂടുതലാവുന്നു ഇട്ട് കളയണ്ടല്ലോ എന്ന് ഓർത്താണ്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ആംപ്ലിഫയറുമായിട്ട് ഞാൻ പോസിറ്റീവ് കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നൽ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു, ആംപ്ലിഫയറായിട്ട് കൊടുക്കാനുള്ള കണക്ഷൻ കൊടുക്കുന്നു. അത് പിൻ നമ്പർ 11 നിന്ന് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഇട്ട് നിങ്ങൾക്ക് ആ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും, ആംപ്ലിഫയറിന് കൊടുക്കുക. ഇനി നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്ത് നമുക്ക് ട്യൂൺ ചെയ്യാം. ചെറിയ RF ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ട്, ആൻറ്റിന കോയിലിൽ പിടിക്കുമ്പോൾ നോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു അടിപൊളി ഓഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ, നല്ല ക്വാളിറ്റിയുള്ള ഡെപ്തുള്ളൊരു ഓഡിയോ ആണ്. ഇനി നമുക്കിതൊന്ന് ആൻറ്റിന കോയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ ട്യൂണിങ് ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കാത്തുകളിച്ചാൽ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഇനി 1:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. വാർത്തകൾക്ക് ശേഷം മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരുകൾ സാമ്പത്തിക സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. സുസ്ഥിര ധനകാര്യ മേഖലയിൽ കൂടുതൽ ഗവേഷണവും വികസനവും ആവശ്യമാണ്. സുസ്ഥിര ധനസഹായം വർദ്ധിപ്പിക്കാൻ നടപടി വേണമെന്ന ആഹ്വാനത്തോടെയാണ് ജൂൺ 19 സംഘടനകളുടെ പ്രതിനിധികളും തീരുമാനിച്ചു. G20 ഇന്ത്യയുടെ സാരഥ്യം. അപ്പം നമ്മുടെ റേഡിയോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സിഗ്നൽ, ക്വാളിറ്റിയുള്ള സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പഴയ കമ്പോണൻറ്റുകൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പഴയ കേടായ PCB എന്നോ നമുക്ക് സ്ക്രാപ്പിൽ നിന്നൊക്കെ PCBകൾ നമുക്ക് ഒരുപാട് കിട്ടും. അതൊക്കെ നമുക്ക് വളരെ തപ്പിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള റേഡിയോ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് പഠിക്കാത്ത ഒരാൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളുണ്ടാക്കുന്ന റേഡിയോയ്ക്കകത്തുനിന്ന് ഒരു പ്രോഗ്രാം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സർക്യൂട്ടാണ്. ഇതിപ്പം സാധാരണ ഒരു ഇലക്ട്രോണിക്സ് പഠിക്കാത്ത വ്യക്തിക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നല്ലൊരു ക്ലിയറുള്ള റേഡിയോ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.